ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നവംബർ 5-ന് നിങ്ങളുടെ മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അടയ്ക്ക പെറുക്കുന്നവർ എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട 2-3 പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ 7ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഈ കഥ എഴുതിയത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം അല്ലേ? സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു കഥയെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ കേട്ടതും അടയ്ക്ക പെറുക്കുന്നവർ എന്ന കഥയിൽ നിന്ന് വായിച്ചെടുത്ത ജഗൻ്റെ അനുഭവങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ട ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു കഥ എഴുതിയതെന്ന് അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ വായിച്ച അടയ്ക്ക പെറുക്കുന്നവർ എന്ന കഥയിൽ ജഗൻ എന്ന് പറയുന്ന അതിലെ പ്രധാന കഥാപാത്രം അല്ലേ, അയാൾ എന്താണ് ചിന്തിക്കുന്നത്? അയാളുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലേ? ചന്ദ്രേട്ടൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് എഴുതുന്നതെന്ന്. അടയ്ക്ക പെറുക്കുന്നവർ എന്ന കഥ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം തൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും എടുത്ത ഒരു ഏടാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഇത്തരത്തിലൊരു കഥ എഴുതാൻ പ്രേരകമായത്. കഥയിൽ പറയുന്ന പോലെ തന്നെ ഒരു ചന്ദ്രേട്ടനും അടയ്ക്കാത്തോട്ടവും മുത്തശ്ശനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും ഉണ്ടായിരുന്നു. ഒരു കുല അടയ്ക്ക മോഷ്ടിച്ച ചന്ദ്രേട്ടനെ പോലീസുകാരൻ ഉപദ്രവിക്കുന്നതും അത് കണ്ട് തൻ്റെ മനസ്സേറെ വേദനിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കഥയിലെ ജഗൻ എന്ന കഥാപാത്രവും അത്തരം ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നീട് നാട് വിട്ടുപോയ ചന്ദ്രേട്ടൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ഒരു മനോഹരമായ അടയ്ക്കാത്തോട്ടം ആ കുടുംബത്തിന് വേണ്ടി വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈ അനുഭവത്തിൽ നിന്നും താൻ പഠിച്ച ഒരു പാഠത്തെക്കുറിച്ചും കഥാകാരൻ പറയുന്നുണ്ട്. എത്ര ചെറുതാണെങ്കിലും മോഷണം ഒരു കുറ്റം തന്നെയാണെന്ന് അദ്ദേഹം ചന്ദ്രേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചറിയുന്നു. അപ്പം ഈ 2 കാര്യങ്ങളും, ഒന്ന് അദ്ദേഹം സ്വയം അനുഭവം പറയുന്നതാണ് അല്ലേ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു കഥയാക്കി അദ്ദേഹം മാറ്റിയിരിക്കുന്നതാണ് അല്ലേ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ കാര്യം ചെയ്ത ചന്ദ്രേട്ടനെ എന്തിനാണ് ഇത്രയേറെ ശിക്ഷിക്കുന്നത് എന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? എത്ര ചെറുതാണെങ്കിലും മോഷണം തന്നെയാണ്. ഒരു കുല അടയ്ക്ക എന്നുള്ളതല്ല, ഒരടയ്ക്ക പോലും നമ്മൾ ഒരാളോട് ചോദിക്കാതെ എടുക്കരുതെന്നാണ് ഇതിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഒരു പാഠം. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കഥ എഴുതിയിരിക്കുന്നതും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗൻ്റെ ഓർമ്മകൾ എന്തെല്ലാം? അവയിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ച സംഭവം എന്തായിരുന്നു? ഒരുപാട് ഓർമ്മകൾ ജഗൻ പറയുന്നുണ്ട് ചന്ദ്രേട്ടനെ കുറിച്ച് അല്ലേ. ചന്ദ്രേട്ടനെ കണ്ടപ്പോൾ 25 വർഷം മുൻപോട്ട് പോയി എന്നും കുട്ടിക്കാലത്ത് നടന്ന ചില ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ചന്ദ്രേട്ടനെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളാണ് ജഗൻ്റെ മനസ്സിലുള്ളത്. ഒരു 10 വയസ്സുകാരൻ കുട്ടിക്ക് തൻ്റെ വീട്ടിലെ വേലക്കാരനോട് തോന്നുന്ന സ്നേഹവും ദയയും എല്ലാം ആ വാക്കുകളിലുണ്ട്. ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് ചന്ദ്രേട്ടൻ്റെ കൂടെ അടയ്ക്കാത്തോട്ടത്തിൽ ഓടി നടന്നിരുന്ന ജഗൻ എന്ന കൊച്ചുകുട്ടിയുടെ സന്തോഷമാണ്. ചന്ദ്രേട്ടൻ്റെ കണ്ണുകളിൽ കവുങ്ങുകൾ ആടുന്നത് കാണുന്നതും മഞ്ഞു പുരണ്ട പുല്ലിലൂടെ ഓടുന്നതും എല്ലാം ജഗൻ്റെ മനസ്സിൽ ഇന്നും പച്ചയായ ഓർമ്മകളാണ്. അതുപോലെ തന്നെ തീ പോലെ പഴുത്ത അടയ്ക്ക ഒരെണ്ണം എടുത്ത് ചന്ദ്രേട്ടൻ തൻ്റെ കവിളിൽ തലോടുമ്പോൾ ഒരു പ്രത്യേക സുഖം ആയിരുന്നു എന്നും ജഗൻ ഓർക്കുന്നുണ്ട്. ഒരു വേള ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രേട്ടനെ കണ്ടപ്പോൾ വിളിച്ചുണർത്തി കുട്ടിക്കാലത്തെ പോലെ തോട്ടത്തിലേക്ക് ഓടാൻ തോന്നിയെന്നും അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം തൻ്റെ കുട്ടിക്കാലത്ത് ചന്ദ്രേട്ടനുമായി ജഗൻ ചിലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ വിളിച്ചോതുന്ന ഓർമ്മകളാണ്. അപ്പം ഈ ഒരു കഥയിലെ കഥാകാരൻ അല്ലെങ്കിൽ നമ്മുടെ ജഗൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ, ഈ ചന്ദ്രേട്ടനെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ തൻ്റെ കുട്ടിക്കാലത്ത് താനൊരു 10 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവങ്ങളിലേക്കും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നുണ്ടല്ലേ. അന്ന് ചന്ദ്രേട്ടൻ്റെ കൂടെ അടയ്ക്കാത്തോട്ടത്തിൽ നടന്നതും അടയ്ക്കാത്തോട്ടത്തിൽ കൊച്ചുകുട്ടിയെ പോലെ കൊച്ചുകുട്ടിയാണല്ലോ അല്ലേ, അപ്പോൾ ഓടി നടന്നതും അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ്റെ കണ്ണുകളിൽ കവുങ്ങുകൾ ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ മഞ്ഞു പുരണ്ട പുല്ലിലൂടെ ഓടുന്നത്, അതെല്ലാം അദ്ദേഹത്തിന് വളരെ രസകരമായ അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നും അദ്ദേഹത്തിന് ഓർത്തു വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലേ. അപ്പം ചന്ദ്രേട്ടനുമായി അദ്ദേഹം ചിലവഴിച്ച ഇത്തരം നിമിഷങ്ങൾ കഥയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പറയുന്നുണ്ട്. അവയാണ് നമ്മളെ ഒരു നല്ല രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലേ.
പിന്നെ മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ നമുക്ക് ചന്ദ്രേട്ടനെ അടയ്ക്ക മോഷ്ടിച്ചതിൻ്റെ പേരിൽ തല്ലുന്നതും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെ പറയാം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് നല്ലൊരു അനുഭവമായിട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങൾ ഈ കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത്, എന്തിനാണ് ചന്ദ്രേട്ടൻ വീണ്ടും ഈ തോട്ടം അന്വേഷിച്ച് വന്നത്? ജഗൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തുത്തരം നൽകാനാകും? അതായത് എന്തിനായിരിക്കാം ചന്ദ്രേട്ടൻ തിരിച്ചു വന്നതെന്ന് ജഗൻ ചോദിക്കുന്നുണ്ട് അല്ലേ. അതിനൊരു ഉത്തരം നമ്മൾ നൽകണം. നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പലർക്കും പല രീതിയിലായിരിക്കും അത് പറയാൻ പറ്റുക അല്ലേ. എന്തിനായിരിക്കും ചന്ദ്രേട്ടൻ തിരിച്ചു വരാനുള്ള കാരണം? അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം താൻ വേലക്കാരനായി നിന്ന ഒരു വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയും അവരുടെ ആ നശിച്ചു പോയിക്കൊണ്ടിരുന്ന കമുകിൻ തോട്ടം അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അദ്ദേഹം വീണ്ടും കവുങ്ങുകൾ വെച്ച് പിടിപ്പിച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്തത്, അതിൻ്റെ പിറകിൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉത്തരം എഴുതിയിരിക്കുന്നത്. ഒരു കുല അടയ്ക്ക മോഷ്ടിച്ചതിൻ്റെ പേരിൽ നാട് വിട്ടയാളാണ് ചന്ദ്രേട്ടൻ. പക്ഷേ അത് അയാൾക്ക് ഒരു വേദനയായി മനസ്സിൽ കിടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം പല നാടുകളിൽ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷവും അയാൾ വീണ്ടും അവിടേക്ക് തന്നെ വന്നത്. താൻ അടയ്ക്ക മോഷ്ടിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട അതേ തോട്ടത്തിൽ തന്നെ വീണ്ടും പണിയെടുക്കുകയും അതൊരു പൂങ്കാവനമായി മാറ്റുകയും ചെയ്തു. അതിനൊരു പ്രതിഫലം പോലും വാങ്ങാതെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം ആയിരിക്കാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് ഒരു കുല അടയ്ക്ക മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ആ നാട്ടിൽ നിന്നും അദ്ദേഹം പോണ്ടി വന്നത് അല്ലേ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അന്നത്തെ അപമാനവും അല്ലെങ്കിൽ അന്ന് സഹിച്ച വേദനയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്ത് തോന്നിയിട്ടുണ്ടാവും? എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു ചെന്നിട്ട് അവർക്ക് എന്നാൽ കഴിയുന്ന ഞാൻ എടുത്ത ഒരു കുല അടയ്ക്കയ്ക്ക് പകരം ഒരു കുന്ന അടയ്ക്ക അവർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. ആ ഒരു പശ്ചാത്താപമായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് തിരിച്ചു വരാനും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പം ഈ 3 പ്രവർത്തനങ്ങളായിരുന്നു അന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.